മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. റേഷൻ വിതരണം അനിശ്ചിതത്വത്തിലാക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ സമരം ശക്തമാക്കുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. റേഷൻ വിതരണത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ തുടരുന്ന കെടുകാര്യസ്ഥതയ്ക്കെതിരെ കോൺഗ്രസ് കണ്ണൂർ, അഴീക്കോട്, ധർമ്മടം നിയോജകമണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജില്ലാ സപ്ലൈ ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റേഷൻ കടയിൽ പഞ്ചസാര ലഭ്യമാണോ? റേഷൻ കടയിൽ ഗോതമ്പ് ലഭ്യമാണോ? റേഷൻ കടയിൽ മണ്ണെണ്ണ എന്ന് പറയുന്ന സാധനങ്ങൾ ഇപ്പോൾ കൊടുക്കാറുണ്ടോ? ഏത് അരി മാത്രം കൊടുത്തുകൊണ്ട് പച്ചരിയും പുഴുക്കലരിയും കൊടുത്താൽ റേഷൻ കടകൾ ധന്യമാവും, സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്താണ് ഗവൺമെന്റ് ചിന്തിക്കുന്നത്? റേഷൻ കടകൾ സാധാരണക്കാരന് ന്യായമായ വിലക്ക് സാധനങ്ങൾ ലഭ്യമാക്കാൻ ഉപകാരപ്രദമായ ഒരു സ്ഥാപനമാണ് റേഷൻ കട. ആ റേഷൻ കടയിൽ സാധനങ്ങൾ വരുന്നില്ല എന്നുള്ളത് ഗവൺമെന്റിന്റെ പിടിപ്പുകേടായി മാത്രമേ നമുക്കതിനെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കേരളത്തിലെ പൊതുവിതരണ സംഘങ്ങൾ എന്തായി എവിടെയായി എത്തിയിരിക്കുന്നത്? സിവിൽ സപ്ലൈസിൽ 16 കൂട്ടം സാധനങ്ങൾ വിതരണം ചെയ്യേണ്ടതായിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ അവിടെ ഉണ്ടോ? എത്ര സാധനങ്ങളാണ് അവിടെ ഉള്ളത്? അവിടെ അങ്ങനെ ഒരു സംഭവമുണ്ടോ? ഏത് സാധനം ചോദിച്ചാലും ഇല്ല 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 എന്നുള്ളതല്ലേ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത്. കോൺഗ്രസ് കണ്ണൂർ ബ്ലോക്ക് പ്രസിഡന്റ് രാഹുൽ കായക്കൽ അധ്യക്ഷത വഹിച്ചു. എളയാവൂർ ബ്ലോക്ക് പ്രസിഡന്റ് ലക്ഷ്മണൻ തുണ്ടിക്കോത്ത് സ്വാഗതം പറഞ്ഞു. ടി.ഒ. മോഹനൻ, വി പുരുഷോത്തമൻ, രാജീവൻ എളയാവൂർ, റഷീദ് കവായി, കെ പ്രമോദ്, VP അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു. ടി ജയകൃഷ്ണൻ, റിജിൽ മാക്കുറ്റി, അമൃത രാമകൃഷ്ണൻ, സുരേഷ് ബാബു എളയാവൂർ, ശ്രീജ മഠത്തിൽ, കാട്ടാമ്പള്ളി രാമചന്ദ്രൻ, കൂക്കിരി രാജേഷ്, ബിജു ഉമ്മർ, രാജൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പവിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പവിത്ര ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.